കാറ്റത്തെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജീവൻ അങ്ങനെ തകർത്ത് അഭിനയിക്കുന്നു. അപ്പോൾ അതിൽ വീണ് മയങ്ങിയിരിക്കുന്നു നമ്മുടെ നിധി. എന്നിട്ട് അതിന് ശേഷം അപ്പോൾ നമ്മുടെ സുഭാഷ് നിതീഷൊക്കെ സുധീഷൊക്കെ അതൊക്കെ കണ്ടിങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് സുധീഷ് അവിടെ നിന്ന് പോയി സാധാരണ അവർ നിൽക്കുന്ന സ്ഥലത്ത് മുറ്റത്ത് നിൽക്കണം. അപ്പോൾ നമ്മുടെ ഹരീഷ് കൊണ്ടുപോയി സുധീഷ് ചേട്ടാ എന്താ എന്താ ഇയാൾ ആലോചിക്കുന്നതെന്ന് പറയുമ്പോടാ അയാൾ അഭിനയം കണ്ട ഇന്ന് രാവിലെ എന്നോട് 7 ദിവസത്തിനുള്ളിൽ നിധിയെ പിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തൊക്കെയാണ് പറയണത് എന്നെ പറയും നിധിനെ കൊണ്ടുപോകാൻ വന്നത് കണ്ട നിധി ഇണങ്ങി പോകാൻ തയ്യാറായി നിൽക്കണം നിധി ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എടോ ചേട്ടാ നിങ്ങളെയും കൂടി വിളിച്ചിട്ടില്ലേ ഒറ്റയ്ക്കൊന്നല്ലല്ലോ എന്ന് പറയും. അതൊക്കെ ശരിയാണ്, എന്നാലും എനിക്ക് ഒരു ടെൻഷൻ ഒരു കൺഫ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട, ചേട്ടൻ പൊക്കോന്ന് പറയും. ഞാൻ പോകണമെന്നില്ലടാ, ഞാൻ പോയാലും കാര്യമൊന്നുമില്ല, അയാളെ മനസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പറയും പോണം, ബുദ്ധിമോശം പറയല്ലേ, പോകണം എന്നാലല്ലേ അവിടെ എന്താ ഗൂഢാലോചനകൾ നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് രാജീവൻ വരും. എന്താ ചേട്ടനും കൂടെ ഇങ്ങനെ ഓരോന്ന് പറയണേ രഹസ്യം പറച്ചിൽ എന്ന് പറയും. ഒന്നുമില്ല സാർ, ഞാൻ നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് സ്ഥലം വിടും. അങ്ങനെ സുധീഷും രാജീവനും ഒറ്റയ്ക്കാവും. അപ്പോൾ രാജീവൻ സുധീഷിൻ്റെ അടുത്ത് കൊണ്ട് പറയും, എന്താടാ നീ ഇന്ന് കാലത്ത് വലിയ വീമ്പൊക്കെ കളിക്കിയത് ഇപ്പം നിൻ്റെ മുഖത്ത് അത്രയ്ക്കൊന്നും കാണില്ലല്ലോ, ആത്മധൈര്യം. ഞാൻ നിന്നോട് പറഞ്ഞ 7 ദിവസത്തിൽ ഒരു രാത്രി ഇന്നത്തോടുകൂടി തീരണം, ഒരു ദിവസം ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കും, ഇനി 6 ദിവസമുള്ളൂ, അതിനുള്ള സമയമൊന്നും വേണ്ട, നാളെ രാവിലെ ഞാൻ അവളെ കൊണ്ട് പോകല്ലേ, അപ്പോൾ ബാക്കി നിന്നോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നീ എന്താടാ കരുതിയത് നായെ. രാജീവൻ്റെ മുഖത്ത് നോക്കി നീ വെല്ലുവിളിക്കണോ? ഞാനേ വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു, അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, വിട്ട് കളഞ്ഞതാന്ന് പറയും. പക്ഷേ നീ ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ഇനി അവളിവിടുന്ന് കൊണ്ടുപോയി നിന്നിൽ നിന്ന് പിരിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തോളിലിങ്ങനെ കൈ പിടിച്ച് നിൽക്കണ്. എന്താ അവിടെ മാറി സംസാരിക്കണേ എന്ന് ചോദിച്ച് നിധി വരും. ഒന്നില്ല മോളെ, ഞാൻ സുധീഷിനോട് താങ്ക്സ് പറയായിരുന്നു, സുധീഷിനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാനേ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാളിങ്ങനെ സുധീഷിൻ്റെ തോളിൽ കൈ വയ്ക്കിന്. മോളും വായോന്ന് പറയും. അങ്ങനെ നിധി അച്ഛനെ കെട്ടിപ്പിടിക്കും. സുധീഷിനെ ഒരു തോളിൽ രാജീവനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ ഞെക്കണ്. സുധീഷിന് വേദന എടുക്കുന്നുണ്ട്, പക്ഷെ സുധീഷിനൊന്നും ഇണ്ടാൻ പറ്റാത്ത അവസ്ഥ. അതിനുശേഷം പിന്നീട് രാജീവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മുറി അങ്ങോട്ട് തുടച്ച് മിനുക്കിയൊക്കെ ഇട്ടേക്കണ് സുഭാഷ് ഏട്ടൻ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഹരീഷും കൂടിയാണ് സഹായിക്കുന്നത്. സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട്, പിന്നെ ചൂടുവെള്ളം കൊണ്ടുവയ്ക്കുന്നു, ഫാൻ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഈ ഫാന് കാറ്റ് കുറവാണ് സാറേ, ഇതിട്ട് കിടന്നാൽ എന്ന് പറയും. ഇത്രയ്ക്കൊന്നും വേണ്ടടോ, ഞാൻ നിങ്ങളുടെ അതിഥിയൊന്നുമല്ല, നിങ്ങളെ വീട്ടിലൊരു അംഗമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയും. അതും സാറില്ല സാർ, ഒരു 5 മിനിറ്റ് പുറത്ത് നിൽക്കുക, അപ്പോഴത്തേന് റൂം സെറ്റപ്പ് ആക്കി തരാമെന്ന് പറയും. പിന്നെ കർട്ടനിടലും കാര്യങ്ങളൊക്കെ ആയി. അപ്പം നിധി പറയുമ്പോൾ അച്ഛാ എൻ്റെ റൂമിലേക്ക് പോവാം, അവിടെ നിന്ന് ഡ്രസ്സ് മാറാമെന്ന് പറയും. അങ്ങനെ നിധി കാറിൽ അച്ഛൻ്റെ ബാഗ് ഉണ്ട്, മോൾ എടുത്തുണ്ടാന്ന് പറയും. അപ്പോഴത്തേനും നികേഷ് പറയും ഞാൻ എടുത്തുണ്ടോ രസാന്ന് പറയും. അങ്ങനെ നികേഷ് പോയി കഴിഞ്ഞിട്ട് വേഗം ബാഗൊക്കെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അത് കൊണ്ടുപോയി നിധിയുടെ മുറിയിലേക്ക് പോയി മാറാൻ പോണപ്പോൾ നിധിയോട് പറയണേ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിനക്ക് സ്വന്തമായിട്ടൊരു മുറി ഉണ്ടല്ലേ എന്ന് പറയും. ഇവിടെ എനിക്ക് പറയത്തക്ക ഒരു ബുദ്ധിമുട്ടില്ല അച്ഛാന്ന് പറയും. സ്നേഹത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പരിമിതികളെ കുറിച്ചെന്ന് പറയും. അപ്പം നിധിക്ക് അത് ഇഷ്ടപ്പെടില്ല. നിധി പറയും ശരി അച്ഛൻ ഡ്രസ്സ് മാറുന്ന പറഞ്ഞ് നിധി പുറത്തേക്ക് വരും. രാജീവൻ വാതിലൊക്കെ അടച്ച് ഡ്രസ്സ് മാറും. അതിനുശേഷം വീണ്ടും മുറിയിലേക്ക് ചെല്ലും. മുറിയിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്നിരിക്കും. അപ്പോഴത്തേനും അവരെല്ലാവരും കൂടെ പുറത്തേക്ക് വന്ന് പായൊക്കെ ഇട്ട് അപ്പോൾ സുധീഷ് നമ്മുടെ രാജീവൻ വാതിലടയ്ക്കാൻ നോക്കുമ്പോഴാണ് സുധീഷ് പായയും തലനൊക്കെ ആയിട്ട് വരുന്നത് ഹാളിൽ കിടക്കാൻ. അപ്പോൾ അയാളിങ്ങനെ ആകെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അതിന് ശേഷം ചോദിക്കും സുധീഷേ, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റിരിക്കും കേട്ടോ, താൻ എവിടെയാണ് കിടക്കണേന്ന് ചോദിക്കും. അല്ല ഇനി 7 ദിവസം അവിടെ ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചോ. ശരി എന്ന് പറഞ്ഞ് അങ്ങനെ രാജീവൻ വാതിലൊക്കെ അടയ്ക്കും. രാജീവനെ കൊതുകൊക്കെ അടിക്കുന്നുണ്ട്, ദേഷ്യമൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ സഹിച്ച് നിൽക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നിധി എഴുന്നേൽക്കുമ്പോൾ സുധീഷും ഹരീഷും ഒക്കെ നികേഷൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. അച്ഛൻ്റെ റൂം തുറന്ന് നോക്കിയപ്പോൾ അച്ഛനും നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഫാനൊക്കെ ഇട്ടിട്ട്. അടുക്കളയ്ക്ക് വന്നപ്പോഴത്തേനും സുഭാഷ് എല്ലാ പണികളും കഴിച്ചിട്ടുണ്ടായിരുന്നു. പറയും സുഭാഷ് ഏട്ടാ എന്തിന് ഇത്ര നേരത്തെ തന്നെ എഴുന്നേറ്റ് പണിയെടുത്താൽ, പാത്രമെങ്കിലും എനിക്ക് കഴുകാൻ വയ്ക്കായിരുന്നില്ലേ, പിന്നെ ഞാനിവിടെ ഉള്ളപ്പോഴല്ലോ മോളെ കൊണ്ട് കഴിപ്പിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കും. മോളെന്തായാലും പോകാൻ പോവല്ലേ, എന്തായാലും അച്ഛനൊരു കപ്പ് കാപ്പി കൊണ്ട് കൊടുക്കാൻ പറയും. അതിനുശേഷം ഹരീഷിനോട് പറയും നീ പോയിട്ടൊരു പത്രം മേടിച്ചിട്ടുണ്ടോ, അദ്ദേഹം രാവിലെ പത്രം വായിക്കുന്ന ആളായിരിക്കും എന്ന് പറയും. അപ്പോഴത്തേനും രാജീവൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് പത്രം കൊണ്ട് കൊടുക്കും. അപ്പോൾ നികേഷിനോട് ചോദിക്കുന്നത് ഇംഗ്ലീഷ് പത്രം ഇല്ലേ മോനെ എന്ന് ചോദിക്കും. പറയും ഇല്ല അച്ഛാ ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഞങ്ങളുടെ പത്രം വരുത്താറില്ല, അപ്പോൾ അച്ഛൻ എന്നിട്ട് വായിക്കണേന്ന് അറിയില്ല, അതുകൊണ്ട്
മലയാള പത്രമാണ് വാങ്ങിയത്. സാരില്ല എന്ന് പറയും. അപ്പോഴത്തേനും നിധി ചായ കൊണ്ട് കൊടുക്കും. നിധി ഒരുങ്ങി കൊണ്ടിട്ട് മോളെ എന്തായി, റെഡിയായി എന്ന് ചോദിക്കും. റെഡിയായി. അതെ, എത്രയും പെട്ടെന്ന് പോകണം, ഭയങ്കര ട്രാഫിക് ആയിരിക്കും എന്ന് പറഞ്ഞ്. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് സുഭാഷ് പറയുമ്പോൾ ഇന്നലെ തന്നെ ഭക്ഷണം കഴിച്ചില്ലേ, സുഭാഷിൻ്റെ കുക്കിങ്ങൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, ഇനിയിപ്പോൾ 2 ചായയും കുടിച്ചിപ്പോൾ ഈ നേരത്തിനുള്ളിൽ അതും മതി എന്ന് പറയും. എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറയും. അപ്പം സുധീഷേ നീ എന്താ പോകാൻ റെഡി ആവണില്ലേന്ന് ചോദിക്കും. ഞാൻ പോകണില്ല എന്ന് പറയും. അപ്പോൾ നിധിയുടെ മുഖം അങ്ങനെ വാടുണ്ട് കേട്ടോ, സുധീഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ. എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറേ ജോലികളുണ്ടെന്ന് പറയും. അതിപ്പോൾ വേറെ ആരെങ്കിലും വിളിച്ചാൽ മതി, നീ തോമസ് ചേട്ടനെ വിളിക്കാൻ ഞാൻ പറയാമെന്ന് പറയും. നീ പോന്ന് പറയും. സുധീഷ് ചേട്ടൻ തോമസ് ചേട്ടനൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെപ്പിക്കാമെന്ന് എന്ന് നമ്മുടെ ഹരീഷും പറയുന്നു. അപ്പം രാജീവനാണെങ്കിൽ സുധീഷിനെ കൊണ്ടുപോയില്ലെങ്കിൽ അത്രയും സന്തോഷം എന്നുള്ള അവസ്ഥ. സുധീഷിനെങ്കിൽ പോകാൻ തയ്യാറായില്ല, അതാവാണ്ട് അങ്ങനെ മടി പിടിച്ച് നിൽക്കണേ. പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുധീഷ് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാനും നിധിയും പോകാം, ജോലിയല്ലേ പ്രധാനം എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ സുധീഷ് പറയും അല്ലെങ്കിൽ പിന്നെ സാറിന്ന് പൊക്കോ, ഞാനും നിധിയും 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ഒരുങ്ങിയതല്ലേ, നിധി ഒന്ന് പോരട്ടെ, സുധീഷ് ജോലിയല്ലേ പ്രധാനം, ജോലിയൊക്കെ തീർത്ത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും വേണ്ട സുധീഷ് ചേട്ടാ, തോമസ് ചേട്ടനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് ചേട്ടൻ പോകാൻ തയ്യാറാവാൻ പറയുന്നത്, എന്തായാലും നിധീനെ ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്ന് പറയും. സുധീഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോകാച്ചാന്നുള്ളത് രീതിയിലാണ് നിധി അവിടെ അങ്ങനെ നിൽക്കുന്നത്. അത്രയും സന്തോഷമായിട്ടാണ് നിധി നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് 2 പേരും കൂടെ ഒന്നിച്ച് 3 പേരും കൂടെ പോകണമാണ് സുധീഷിന് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ സുധീഷിൻ്റെ സുധീഷ് നല്ലൊരു ഡ്രൈവറെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം, അതുമാതിരി സ്പീഡിലല്ലേ അന്ന് ഇവളെയും കൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് നമ്മുടെ നിധിയുടെ വീട്ടിൽ കാറ് വന്ന് നിൽക്കണം. അപ്പോൾ നിധിയുടെ അമ്മ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. വന്ന് നിൽക്കുന്നത് മാത്രമല്ല, നിധിയുടെ മുഖത്തേക്കും അവരെ മൊത്തത്തിൽ എല്ലാവരും കൂടെ കണ്ടപ്പോൾ മുഖം ഇങ്ങനെ ദേഷ്യത്തോടെ കടുപ്പിച്ച് ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അമ്മേനെ കാണിക്കുന്ന എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.